പിന്നെ പാരൻസിനോട് മറ്റുള്ള മക്കളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട. നിങ്ങളുടെ കുട്ടി ജയിച്ചു എന്ന് മാത്രമാണെങ്കിൽ ഓക്കെ, ജയിച്ചോ മതി എന്ന് പറയുക. മനസ്സിലായോ? കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ, കാരണം പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തു പോയാൽ നിങ്ങൾക്ക് കുട്ടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യണ്ട. ഓക്കെ, അടുത്തവന് നമ്മുടെ അപ്പുറത്തെ കുട്ടിക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അത് ആ കുട്ടീൻ്റെ ഐക്യു ലെവൽ കൂടിയത് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറിനകത്താണ്, ഈ ബ്രെയിനിനകത്തുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായോ? നിങ്ങളുടെ കുഞ്ഞിക്ക് അത് കുറഞ്ഞത് കൊണ്ട്, അവൻ ചിലപ്പം മടി പിടിച്ചത് കൊണ്ട്, ചിലപ്പം പിള്ളേരൊക്കെ ഈ ആ ഒരു ഏജിലൊക്കെ മടി തന്നെയാണ്, +2 വരെ. അതൊക്കെ കഴിയുമ്പോഴാണ് അവരൊന്ന് ഓക്കെ ആയി വരുന്നത്. എനിക്കറിയാവുന്ന ചെക്കൻ മാരേജ് ആവേ ഞാനെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാമെന്ന് അറിയില്ല. അവന് ഒരു ലവ് ലെറ്റർ എഴുതി ഒരു പെണ്ണിന് കൊടുത്തു. മാരേജ് ആവേ മലയാളം പോലും എഴുതാൻ വായിക്കാൻ അറിയില്ല. ഒരു ലവ് ലെറ്റർ എഴുതി പെണ്ണിന് കൊടുത്തു. മോളെ നിനക്ക് സുഖമാണോ എന്ന്. പക്ഷേങ്കിൽ മോളെ എന്നുള്ളതിന് അവൻ അല്ല കൊടുത്തത്, കൊടുത്തത്. അതോടുകൂടി അവൻ്റെ ലവ് ലെറ്ററിനൊരു തീരുമാനമായി. മനസ്സിലായോ? പക്ഷെ അവനിപ്പോൾ അടിപൊളിയായിട്ട് പോലീസിലുണ്ട്. അതാരാന്ന് ഒരിക്കലും ഞാൻ തുറന്നു പറയില്ല. എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ആൾക്ക് മനസ്സിലായിക്കോളും. ഭയങ്കര ഹാൻസമായിട്ട് ആൾ പോലീസ്. അതാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അത് കഴിഞ്ഞാൽ അവർ വേറെ ലെവലാണ്. മനസ്സിലായോ? +2 കഴിഞ്ഞ പാട് അവർ പിന്നെ വേറെ ലെവലായി, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പം. അതുകൊണ്ട് ഒരിക്കലും അത് വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞൊരു +2 വരെ ഒന്നും അറിയില്ലായിരിക്കാം, എഴുതാൻ അറിയില്ലായിരിക്കാം, വായിക്കാൻ അറിയില്ല. നിങ്ങളൊന്നും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ന്യൂറോയിഡൊക്കെ കാണിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും കുട്ടിക്ക് പഠിക്കാനുള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ കുട്ടിക്ക് പാസ് മാർക്കാണെങ്കിൽ അത് 60% അത് 90 ആണെങ്കിൽ അതിനെ വെച്ച് അതിനെ ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. കിട്ടിയതിൽ ഹാപ്പി പറയുക. ഇനി തോറ്റുപോയോ കുഞ്ഞോട്, സാരമില്ല, നമുക്ക് അടുത്ത് എഴുതാമെന്ന പ്രോത്സാഹനമാണ് നമ്മൾ ഓരോ പാരൻറ്റും കൊടുക്കേണ്ടത്. ചില അച്ഛന്മാരൊക്കെ വല്ലാണ്ട് കുട്ടികളെയൊക്കെ അടിക്കും, എനിക്കറിയാം. പ്ലീസ്, ഇനിയെങ്കിലും നിങ്ങളങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ കുഞ്ഞുങ്ങളെ അടിച്ച് ആരെങ്കിലും വീഡിയോ എടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങൾ ജയിലിൽ പോകും. ഇപ്പോൾ അടിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്, അത് ഓർമ്മ വേണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അടിച്ചാൽ ഞാനും മുൻപന്തിയിൽ നിൽക്കും. മനസ്സിലായോ? വെച്ച് അങ്ങനെയല്ല, പാരൻസ് മാർക്ക് കുറഞ്ഞു എന്നുള്ള പേരിൽ അതിനൊന്നും ഒരാവശ്യമില്ല. മനസ്സിലായോ? ഈ മാർക്കൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. കുട്ടി തോറ്റുപോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും എഴുതിപ്പിക്കുക. കുഞ്ഞിക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും തോറ്റുപോയാൽ തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത് എഴുതിയെടുക്കാം. ചിലപ്പോൾ കുട്ടി 10 പ്രാവശ്യവും തോക്കുമായിരിക്കാം. പോട്ടെ, സാരമില്ല, 10 പ്രാവശ്യം തോറ്റോട്ടെ, 11ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ജയിക്കും. അപ്പോഴേക്കും ഏതാണ്ടൊക്കെ അറിഞ്ഞ് വരും. മനസ്സിലായി? അത്രയൊന്നും തോക്കില്ല, അതിന് മുന്നേ തന്നെ കുട്ടി ജയിച്ച് വരും. അതുകൊണ്ട് ആ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് എപ്പോഴും കൊടുക്കേണ്ടത്. അതെപ്പോഴും പ്ലീസ് പാരൻസ് അത് മനസ്സിലാക്കുക. കമ്പാരിസൺ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ കമ്പാരിസൺ പറയുമ്പോൾ നിങ്ങൾ ആരെ വെച്ചാണോ പറയുന്നത് ആ ആളെ കുട്ടി വെറുക്കും. മനസ്സിലായേ? ലൈഫിൽ പലരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അവിടെ കമ്പാരിസൺ വേണ്ട. കിട്ടിയ മാർക്ക് പറയുക, സന്തോഷമായി, കുഞ്ഞിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ, നമുക്ക് ഹാപ്പിയായി, ഇത് മതി എന്ന് പറയുക. മനസ്സിലായോ? അടുത്തതിൽ ഇത് നമുക്ക് വലുത് പിടിക്കാമെന്ന് പറയുക. തോറ്റ കുഞ്ഞുങ്ങളോടും ഇതേ ഹാപ്പിനെസ്സോടുകൂടി തന്നെ പറയുക. തോറ്റുപോയാൽ സാരില്ല, നമുക്ക് അടുത്ത് എഴുതാം എന്നുള്ളൊരു സന്തോഷത്തോടുകൂടി പറയുക. നിങ്ങൾ ദേഷ്യവും സങ്കടമൊക്കെ ആ കുഞ്ഞ് കാണാണ്ട് ചെന്നിരുന്ന് കരയുക. നിങ്ങൾക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കുഞ്ഞിനെ അറിയിക്കരുത്. കുഞ്ഞ് ഹാപ്പിയായിട്ട് വിടുക. അപ്പോൾ ആ കുഞ്ഞിക്ക് സാരില്ലല്ലോ, എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ ഇനി അടുത്തതിൽ ജയിക്കാൻ നോക്കുമെന്ന് വിചാരിക്കും. പിന്നെ ചില കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും പറയണ്ട. കുഞ്ഞിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. എന്തെങ്കിലും ആ കുഞ്ഞിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു നല്ലൊരു ഡോക്ടർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
കുഞ്ഞിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ അവൻ്റെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ്, അതൊക്കെ അറിയാൻ പറ്റില്ല. ആ ഒരു ടേസ്റ്റിലേക്ക് കുഞ്ഞിനെ വിടാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് പറയാനായിട്ടാ, ഒരു കൂടുതലും എനിക്ക് തോന്നുന്നത് അച്ഛന്മാർക്കാണ്, എനിക്ക് തോന്നുന്നത് ദേഷ്യം കൂടുതൽ മക്കൾ മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ. അമ്മമാരാണ് കമ്പാരിസൺ ചെയ്യൽ, എപ്പോഴും അതെ, കമ്പാരിസൺ ചെയ്യുന്നത് അമ്മയാണ്. കണ്ടില്ലേ, അവളും നീ ഒന്നിച്ചല്ലേ പോയത്, അവള് കണ്ടോ 95% വാങ്ങി, നിനക്ക് 60 or 70 ഒക്കെ അല്ലേ ഉള്ളൂ, നാണം ഉണ്ടോ നിനക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് മെൻ്റലി ടോർച്ചർ ചെയ്യും. വേണ്ട, അതിന് ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞിക്ക് എന്താണോ കിട്ടിയത് അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക മതി എന്ന് പറയുക. മനസ്സിലായോ? 50% ആണെങ്കിലും മതി, ടെൻഷൻ ആക്കണ്ട. 50 എങ്കിലും കിട്ടിയല്ലോ എന്ന് ചോദിക്കുക. 50 എങ്കിലും കിട്ടിയല്ലോ, മതി നമുക്ക്. പാസ് മാർക്കാണെങ്കിലും മതി. ഇതൊന്നുമല്ലല്ലോ ജീവിതം, ഇനിയും മുന്നോട്ട് എത്രയോ കിടക്കുന്നു. ആ കുഞ്ഞ് ചിലപ്പോൾ വിചാരിക്കാത്തടത്ത് എത്തും. മനസ്സിലായ? മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ചെക്കൻ, നിങ്ങളത് കൂട്ടി വായിച്ചു. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ അവനെ എഴുതി കൊടുത്തത്, ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ മംഗ്ലീഷിൽ. അപ്പം മോൾക്ക് സുഖമെന്നുള്ളത് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കിലാണ് മാറിയത്. അവൻ വരെ ഇവിടെ ഹൈ ലെവൽ പൊസിഷനിൽ അവൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അന്ന് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. കുറേ പേരുണ്ട് അങ്ങനെ നമ്മൾ കളിയാക്കിയതും ഒന്നും വായിക്കാൻ അറിഞ്ഞുകൂടാത്തതും ഒക്കെ. എൻ്റെ അറിവിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ അറിവിൽ അവൾ ജീവിതത്തിൽ ഇന്നേ വരെ അവൾ ഒരു മലയാളം വാക്ക് പോലും വായിക്കാൻ എഴുതാൻ അറിയാത്തവളാണ്. അവൾ ഇപ്പം നമ്മൾ എഴുതുമ്പോൾ മെസ്സേജൊക്കെ ഇംഗ്ലീഷിലിട്ട് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ മലയാളം ഇംഗ്ലീഷ് എനിക്കറിയില്ല. മലയാളത്തിൽ ടൈപ്പ് ചെയ്തിടാൻ എനിക്കങ്ങനെ അറിയില്ല. അവൾ സൂപ്പറായിട്ട് ഇങ്ങോട്ട് എനിക്ക് തിരിച്ചയക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിളിക്കലുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ കുറച്ചായി വിളിച്ചിട്ട് ഞാൻ പറയുക, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പഠിച്ചെടുത്തതായിരിക്കണം. അല്ലാണ്ട് എൻ്റെ അറിവിൽ അവൾ 18 വയസ്സ് വരെ അവൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ അവൾ പഠിച്ചെന്നറിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിച്ചതായിരിക്കണം, പറയാൻ പറ്റില്ല. നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ലൈഫിൽ. നമ്മൾ ജഡ്ജ് ചെയ്തവരൊക്കെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പം വിചാരിക്കാത്തടത്ത് നിങ്ങളുടെ കുട്ടികൾ എത്തിയെന്നിരിക്കും. അപ്പോൾ എല്ലാ പാരൻസിനും എൻ്റെ വക ചെറിയൊരു ടിപ്സാണ്. പ്ലീസ്, കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തീരും. പിന്നെ നിങ്ങളത് ഓടിയാൽ മുഴുക്കൂല. മനസ്സിലായോ? ചുറ്റിനും CCTV ഉള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് വെറുതെ ഈ പേരും പറഞ്ഞിട്ട് കുട്ടികളെ അടിക്കാണ്ടിരിക്കുക. ശിക്ഷിക്കണം എന്നല്ല, ശിക്ഷിക്കണം, തെറ്റുകൾ ചെയ്താൽ കുട്ടികളെ ശിക്ഷിക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ജയിക്കാമെന്നുള്ള നിങ്ങളുടെ മോട്ടിവേഷനാണ് കുട്ടിക്ക് വീണ്ടും ജയിക്കാൻ തോന്നുക. മനസ്സിലായോ? എന്നുവെച്ചാൽ ആ കുട്ടീൻ്റെ പഠിത്തം നിങ്ങൾ അവസാനിപ്പിക്കരുത്. കുട്ടി ജയിക്കും, പഠിച്ച് ജയിക്കും കുട്ടി, ഉറപ്പാണ്. വീണ്ടും വീണ്ടും അതിന് എക്സാം എഴുതും, അത് ജയിക്കട്ടെ. എന്നാൽ പിന്നെ എല്ലാ പാരൻസിനും എൻ്റെ വക ഒരു മോട്ടിവേഷൻ, കേൾക്കുക, ആകരുത്.